സമകാലികത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു വസ്തുതയാണ്. നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ടിട്ടോ അല്ല ഇസ്രായേലിന്റെ ഗവൺമെന്റിനെ കണ്ടിട്ടോ അല്ല. ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാവുക എന്നുള്ളതും അത് നിലനിൽക്കുക എന്നുള്ളതും ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ എൻറ്റിറ്റിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേണം ശരിക്കും നമ്മളുടെ അടിസ്ഥാനപരമായിട്ട് ഇസ്രായേലിനെ നമ്മൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കാൻ ദൈവികമായൊരു കൽപ്പന അല്ലെങ്കിൽ ദൈവികമായൊരു താല്പര്യമുള്ളതിൻ്റെ പേരിലാണ് ലോക ക്രിസ്ത്യാനിറ്റി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് അദ്ദേഹം പറയുന്നത്. ഷെക്കിന ടി വിയിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അവതാരകനാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ രൂപീകരണത്തിന് അല്ലെങ്കിൽ ഇസ്രായേലിന് സപ്പോർട്ടിന് ക്രിസ്ത്യാനികൾക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിനെയോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണവർഗത്തെയോ ഒന്നും അല്ല താല്പര്യം. അവരുടെ താല്പര്യം ദൈവിക കൽപ്പന പ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു രാജ്യം എന്ന നിലയിൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം 1948 ഇസ്രായേൽ രാജ്യം രൂപീകരിക്കപ്പെടുന്നത്. തിയോഡർ ഹെൻസൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സിയോണിസം മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയപ്പെട്ട രാജ്യം രൂപീകരിക്കുന്നതും. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ്റെ അധീനതയിൽ വന്ന പ്രദേശം എന്ന നിലയിൽ UN അവതരിപ്പിച്ചുകൊണ്ട് ഒരു മാൻഡേറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അത് പ്രകാരം 1948 ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവിടെ രൂപീകരിക്കുകയാണ്. ശേഷം നമുക്കറിയാം യുദ്ധം ഒക്കെ നടന്നിട്ടുണ്ട്. തദ്ദേശീയരായ അറബികൾ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പോയി. ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാകുന്ന വിഷയങ്ങളാണ്. 1948 മുമ്പ് ജൂതന്മാരുടെ അവസ്ഥ എന്തായിരുന്നു? നമുക്കറിയാം റോമ സാമ്രാജ്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് ശേഷം ജൂതന്മാർ പല രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോവുകയുണ്ടായി. ഒരുപാട് പേർ യൂറോപ്പിലേക്കും ഒക്കെ കുടിയേറി. വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമായിരുന്നു ആ ഫലസ്തീൻ അല്ലെങ്കിൽ ആ പ്രദേശത്ത് അന്ന് അധിവസിച്ചിരുന്നുള്ളൂ. യൂറോപ്പിലേക്ക് കുടിയേറിയ ഈ ജൂതന്മാരുടെ നേരെ അന്നത്തെ മീഡിയ ലെവൽ ക്രിസ്ത്യാനിറ്റിയുടെ നിലപാടെന്തായിരുന്നു? ചരിത്ര പാഠപുസ്തകങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് 1936 മുതൽ 1943 വരെ ഹിറ്റ്ലർ നടത്തിയിരിക്കുന്ന ഒരു വംശഹത്യയാണ്. അതായത് ജൂതന്മാർക്കെതിരെ അതിക്രമം നടത്തിയതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഹിറ്റ്ലറുടെ മേലാണ്. ഹിറ്റ്ലറുടെ മുമ്പ് യാതൊരു വിധത്തിലുള്ള അതിക്രമവും ജൂതന്മാരുടെ മേൽ ഉണ്ടായിട്ടില്ല എന്നാണോ ഇതിൻ്റെ അർത്ഥം? ചരിത്രങ്ങൾ പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ വളരെ മോശമായ രീതിയിൽ ജൂതന്മാരെ ചിത്രീകരിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു ക്രിസ്ത്യാനിറ്റി. ആദർശപരമായൊരു വിഷയം, അതായത് യേശുക്രിസ്തുവിനെ കൊന്നുകളഞ്ഞ വിഭാഗം എന്ന നിലയിൽ അവരോടുള്ള എതിർപ്പ് അതിശക്തമായിരുന്നു. 1906 1912 1912 1919 22 ഒക്കെ ഈ ക്രിസ്ത്യൻ വിഭാഗം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. 1912 തോന്നുന്നു. അന്നത്തെ എഡ്വേർഡ് ഒന്നാമൻ ഇംഗ്ലണ്ടിൽ നിന്നും ഈ പറയപ്പെട്ട ജൂതന്മാരെ പുറത്താക്കുന്നതിനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചു. ഫ്രാൻസിലും സ്പെയിനിലും ബൾഗേറിയയിലും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഹിറ്റ്ലറിന് മുമ്പ് ഈ ജനം കൂട്ടക്കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1906 5000 പേരാണ് ജർമ്മനിയിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടത്. 1906 ഹിറ്റ്ലർ ജനിച്ചിട്ട് പോലുമില്ല. അല്ലെങ്കിൽ ഹിറ്റ്ലർ അധികാരത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ ഹിറ്റ്ലറിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ളൊരു മനോഭാവം ഉണ്ടാക്കിയെടുത്തത് മീഡിയ ലെവൽ ക്രിസ്ത്യാനിറ്റിയാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചൊരു പുസ്തകമുണ്ട്, വെനീസിലെ വ്യാപാരി. ആ വെനീസിലെ വ്യാപാരിയിൽ ക്രൂരതയുടെ ആൾരൂപമായി കണക്കാക്കപ്പെടുന്നത് ഒരു ജൂതനെയാണ്. ആ ജൂതനാണ് അതിലെ നായകന്റെ തുടയിൽ നിന്ന് ഇറച്ചി ആവശ്യപ്പെടുന്നത്. ഈ രീതിയിലുള്ള സാഹിത്യങ്ങളന്ന് സർവ്വവ്യാപകമായിരുന്നു. ഇതേ രീതിയിൽ അന്ന് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും, ഈവൻ പോളണ്ടിൽ പോലും നമുക്കറിയാം ഒരു സേഫ് ഹാവൻ എന്ന് പറയപ്പെടുന്ന ഹിറ്റ്ലർ പിടിച്ചെടുക്കുന്നത് വരെ
പോളണ്ടിൽ പോലും ജൂതന്മാർ വേട്ടയാടപ്പെട്ടു. ഇതിലെല്ലാം സഹികെട്ടാണ് അവർ ഫലസ്തീനിലേക്ക് 5 പ്രാവശ്യമായിട്ട് മൈഗ്രേഷൻ നടത്തിയത്. നമുക്കറിയാം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും പിന്നീട് വന്ന ഖലീഫമാരുടെ കാലഘട്ടത്തിലും ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു അന്ന് ഫലസ്തീനിലെ ജൂതന്മാർ. ഇപ്പോൾ ഈ പറയപ്പെടുന്ന വലിയ സ്നേഹമുണ്ടല്ലോ, ഞങ്ങൾ ദൈവിക പ്രോക്തമായിട്ട് ദൈവിക കൽപ്പന പ്രകാരമാണ് ഇസ്രായേലിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ 1948 വരെയും ഈ ഇസ്രായേലിനുള്ള സ്നേഹം നിങ്ങൾക്കില്ലായിരുന്നോ? അന്ന് ദൈവിക കൽപ്പനകളെ, അന്ന് മതപരമായിട്ടുള്ള വീക്ഷണങ്ങൾ വലിയ രീതിയിലുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ ജൂതന്മാരോട് സ്നേഹമില്ലായിരുന്നോ? അന്ന് നിങ്ങൾ കൂട്ടക്കൊല ചെയ്തില്ലേ അവരെ? അന്ന് നിങ്ങൾ അവരെ എക്സ്പെൽ ചെയ്തില്ലേ? നാടുകളിൽ നിന്ന് നാട് കടത്തിയില്ലേ? നിങ്ങൾ അവരെ മോശക്കാരായി ചിത്രീകരിച്ചില്ലേ? എന്നിട്ടിപ്പോൾ എല്ലാത്തിൻ്റെയും പാപഭാരം പാവപ്പെട്ട അറബികളുടെ മേൽ ചുമത്താൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഗൂഢാലോചന മാത്രമല്ലേ അത്? ഈ പറയപ്പെട്ട ദൈവിക കൽപ്പന ഒരിക്കലും നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഓരോ കാലഘട്ടങ്ങളിലും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ തന്നെ പ്രവർത്തന ഫലമായിട്ട് അവരുടെ മേലുണ്ടായിട്ടുള്ളതാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടെ സ്നേഹമുണ്ടല്ലോ, അത് മീഡിയ ലെവൽ കാലഘട്ടത്തിൽ എവിടെ പോയിരുന്നു? എത്രയോ ആളുകളെയാണ് സ്പെയിനിൽ നിന്ന് 2 ലക്ഷത്തോളം ആളുകളെയാണ് പുറത്താക്കിയത്. ബ്രിട്ടനിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും, ബലേറിയയിൽ നിന്നും, ഫ്രാൻസിൽ നിന്നും, ഇറ്റലിയിൽ നിന്നും, അതുപോലെ ഇംഗ്ലണ്ട്, ജർമ്മനി എന്ന് പറയാം, അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും ജൂതന്മാരെ പുറത്താക്കുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അന്തിമ ഫലമാണ് ഈ 1936 മുതൽ 43-44 കാലഘട്ടം വരെ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ആ വലിയ നിറവേട്ട. ഹിറ്റ്ലർക്ക് ആ ഒരു പ്രചോദനം ലഭിച്ചത് എവിടെ നിന്നാണ്? ജൂതന്മാർ മോശക്കാരാണ്, അവർ കൊല്ലപ്പെടണം എന്നുള്ള ചിന്ത അവർക്ക് വന്നത് എവിടെ നിന്നാണ്? ഇപ്പോൾ പറയുന്നത്, നേരത്തെ ഒട്ടോമൻ എംപയറുമായിട്ടുള്ള അവരുടെ ഒരു ബന്ധം വെച്ചിട്ട് ഹിറ്റ്ലറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യണമെന്ന് പറഞ്ഞത്. അതും അങ്ങനെ വെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് യൂറോപ്പിൽ ഈ പറയപ്പെട്ട രീതിയിലുള്ള കൂട്ടക്കൊലകൾ നടന്നതിൻ്റെ ഉത്തരവാദിത്വം ഒക്കെ ഓട്ടോമനാണോ? അപ്പോൾ അത് വളരെ എന്താ പറയുക, ഒരു വിചിത്രമായ വാദം, ദൈവിക കൽപ്പന എന്ന് പറഞ്ഞ വിചിത്രമായ വാദം കൊണ്ട് നിങ്ങൾ എത്ര നിങ്ങളുടെ ഓട്ടകൾ അടയ്ക്കാൻ ശ്രമിച്ചാലും അത് അടയില്ല. അപ്പോൾ ഈ പറയപ്പെട്ട രീതിയിലുള്ള മസാക്കറുകളെല്ലാം തന്നെയും നടന്നിട്ടുള്ളത് മീഡിയ ലെവൽ പീരീഡിലാണ്. എന്നിട്ടിപ്പോൾ ഒരു സ്നേഹവുമായിട്ട് വന്നിരിക്കുന്നു, അതും അറബികളുടെ ചെലവിലുള്ള സ്നേഹം. എന്താണ് കാരണം? ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇസ്രായേൽ രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പൊതുശത്രുവിനെതിരെ മറ്റൊരു ശത്രുവിനെ കിട്ടി എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അതുമാത്രമാണ് ഇതിൻ്റെ കാരണം. മുസ്ലിമീങ്ങൾ ഒരു പൊതുശത്രുവായിട്ട് കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് ഒരു ദൈവിക കൽപ്പനയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനിറ്റി സ്നേഹിക്കുന്നതാണെന്ന് പറയാനായിട്ട് നമുക്ക് കഴിയില്ല. നന്ദി, നമസ്കാരം.